മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഇത്രയും നാൾ അധികാരത്തിൽ ഇരുന്നിട്ട് ഒരു എയിംസ് കേരളത്തിൽ കൊണ്ടുവരാത്തത്. കാരണം ആവശ്യമാണ് നമുക്ക് ഒരു എയിംസ് എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റലിന്റെ പേര് മാത്രമല്ല. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ നിപ്പ കണക്കുള്ള അസുഖങ്ങളുണ്ട്, വേറെ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഇപ്പോഴുണ്ട്. ഇപ്പം ബാക്ടീരിയൽ എൻസെഫലൈറ്റിസ് ഒക്കെ വരുന്ന സമയത്ത് സെൻട്രലിൽ നിന്ന് ആൾക്കാർ അവിടെ നിന്ന് വന്നിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കോർഡിനേഷന്റെ ചെറിയ ഇഷ്യൂസും കാരണം. പക്ഷെ ഇവിടെ ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റ് അത് കൈകാര്യം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാണ്, ഒരു ഉദാഹരണം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബാക്കി എയിംസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മലയാളികളായ നേഴ്സ്, ഡോക്ടേഴ്സ് ഉള്ള, അവർക്കൊക്കെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കഴുത്തറപ്പ് നയമൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. കാരണം എയിംസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. കാരണം ടോപ്പ് ക്വാളിറ്റിയുള്ള ഡോക്ടേഴ്സ്, നേഴ്സ്, ഈവൻ ലാസ്റ്റ് സ്റ്റാഫ് വരെ അത്ര ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവര് നല്ല ശമ്പളത്തിലാണ് അവിടെ ജോലി ചെയ്തത്. നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റിലെ കണക്ക് ഇപ്പൊ നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ ഏകദേശം 3-4 മാസമായി അവിടുത്തെ ഈ കോൺട്രാക്റ്റിൽ വരുന്ന ആൾക്കാർക്ക് ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. 2-2.5 മാസം ഉണ്ടായി. അപ്പോൾ അവർ സമരത്തിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അവരൊന്ന് ആലോചിച്ച് നോക്കണം, ശമ്പളം ഇല്ലാതെ ഇതിന് വേണ്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ തുച്ഛമായ ശമ്പളമാണ്. ഒരു വേറെയൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 2-3 ഇരട്ടി ശമ്പളം മേടിക്കാം. പക്ഷെ അവരതൊക്കെ കളഞ്ഞിട്ട് സേവനം എന്ന മേഖലയിൽ ആൾക്കാരെ സഹായിക്കാവുന്ന രീതിയിൽ വരുന്ന സമയത്ത് അവർക്ക് 2-3 മാസം ശമ്പളം പോലും കൊടുക്കാതിരുന്ന അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കും? ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി. പക്ഷേ സെൻട്രലിൽ വരുമ്പോൾ ആ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന ശമ്പളം അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സിനുള്ള ശമ്പളം വളരെ കൂടുതലാണ്. ഞാൻ പറയാം, ഒരു ജൂനിയർ ഡോക്ടറിന് കിട്ടുന്ന, എനിക്കൊന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എയിംസുകളിലോ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായി. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കും ഒരു എന്തൂസിയാസം, അവർക്കൊരു ആ ഒരു പാഷൻ കാണും. എല്ലാത്തിനും ക്യാഷ് ആണല്ലോ എന്ന് പ്രാധാന്യം എന്ന് പറയുന്നത്. സോ അവർക്ക് അവിടെ വർക്ക് ചെയ്യാനും അവരുടെ ഫുൾ എഫേർട്ട് കൊടുക്കാനും കഴിയും. അതാണ് എയിംസിന്റെ ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ആ ഏറ്റവും അവസാനം അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിക്ക് വരെ ആ ഒരു അഭിമാനവും ആ ഒരു അത്രയ്ക്ക് ഡെഡിക്കേഷൻ അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. ഒരു പാഷനേറ്റ് ടുവേഴ്സ് വർക്കായിരിക്കും അങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ. ഞാൻ കണ്ട കാര്യമാണ് അവനോട് പറഞ്ഞത് എത്ര ഇതായിട്ട്. കാരണം സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെയല്ല സെൻട്രൽ വർക്ക് ചെയ്യുമ്പോൾ അവർ കൂടുതൽ ആ ഒരു എന്തുവിശ്വാസമുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റിൽ 11 മണിക്ക് വരുന്ന ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പ്രൈവറ്റ് ക്ലിനിക്കിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സെൻട്രലിൽ നോക്കുമ്പോൾ അത് വളരെ വിരളമാണ്. കാരണം അവർക്ക് അവിടെ ക്യാഷിനോടല്ല പ്രാധാന്യം, അവർക്ക് കുറച്ചുകൂടെ പാഷനുണ്ട്, അവർക്ക് റിസർച്ച് ഓറിയന്റഡ്. എനിക്കറിയണം എത്രത്തോളം ഇന്റർനാഷണൽ റിസർച്ച് പബ്ലിഷ് ചെയ്തു, എത്രത്തോളം കോൺഫറൻസിന് പോയി, എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു എന്നാണ് അവർക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു വേൾഡ് ഉണ്ട് മെഡിസിനിൽ. സ്റ്റേറ്റിൽ വരുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ 11 മണിക്ക് ജോലിക്ക് വന്ന് 1 മണിക്ക് പോയി സ്വന്തം പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഒരുപാട് പേര് എനിക്കറിയാം. ഗവൺമെന്റ് സർവീസിൽ ഇരുന്നുകൊണ്ട് ലീവ് എടുത്തിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. സോ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ക്യാഷും പാഷനൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ക്യാഷിന്റെ പുറകെ പോകുന്നതുകൊണ്ടാണ്. സോ അതൊക്കെ വിട്ടേക്കാവുന്ന ഒരു കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീറ്റുകളുടെ എണ്ണം. MBBS ആൾറെഡി നമുക്കറിയാം ഏകദേശം ഒരു 1,15,000 ഉണ്ട്. FMG കൂടെ ചേർത്ത് വരുമ്പോൾ 1,15,000+ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഡോക്ടേഴ്സ് ഒരു വർഷം ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിലൂടെ അടുത്ത വർഷം 10,000 സീറ്റാണ് കൂട്ടാൻ പോകുന്നത്. പ്ലസ് ഒരു 5 വർഷത്തിൽ ഏകദേശം 75K, ഏകദേശം 75,000 പുറത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. സോ ഓൾ ടുഗദർ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിയുന്ന സമയത്ത് പെർ ഇയർ 2 lakh+ MBBS സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ആവും. ആൾറെഡി ഞാൻ പറയാം, നല്ല സാച്ചുറേറ്റഡ് ആണ് മെഡിസിൻ വേൾഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു വില്ലേജാണ്. അവിടെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, പള്ളിക്കൽ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു CHC ഉണ്ട്. ആ CHCയുടെ ചുറ്റുമായിട്ട് ഇപ്പോൾ ഒരു 4 ഹോസ്പിറ്റൽ MBBS ഡോക്ടേഴ്സിന്റെ നടത്തുന്ന, MBBS ഡോക്ടേഴ്സ് ഉണ്ട്, MD ജനറൽ മെഡിസിൻ ഉള്ള അവർ നടത്തുന്ന ഹോസ്പിറ്റൽ 4 ഹോസ്പിറ്റലോളം പ്രൈവറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 പണ്ടേ ഉള്ളതാണ്, പിന്നെ 2 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഇടയ്ക്ക്. ഇപ്പോൾ ഒരെണ്ണം ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ജനുവരി ലാസ്റ്റില്. അപ്പം ഏകദേശം ഒരു 4 ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഡോക്ടേഴ്സാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 10+2 പഠിക്കുന്ന സമയത്ത് ഡോക്ടർ ആവണമെന്ന് പറയുന്നതിന് കാരണം നമ്മൾ ഭാഗത്തെങ്കിലും ഡോക്ടർമാരെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചിറങ്ങുന്നതിൽ എനിക്കൊന്ന് 1-2 പേര്, അത് വളരെ എക്സ്ട്രീം ബ്രില്യൻ്റ് ആയിട്ടുള്ള 1-2 പേര് മാത്രമേ ഡോക്ടേഴ്സായിട്ട് പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്. ബാക്കി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിരുന്നു. അപ്പം അന്നൊക്കെ അത് ആവണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രീമാണ്. പക്ഷെ ഇന്ന് അത് ആ ഒരു കാലം മാറി. ഇപ്പം എല്ലാ വീട്ടിലും നമ്മൾ നോക്കിയാലും ഒരു ഡോക്ടേഴ്സ്, ആ കുടുംബത്തിൽ ഒരു ഡോക്ടേഴ്സിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വാർഡിലെടുത്ത് നോക്കിയാൽ മിനിമം ഒരു 10 ഡോക്ടേഴ്സെല്ലാം കാണാം. അത് ജസ്റ്റ് വേറൊന്നും വേണ്ട. ഇപ്പം കേരളത്തിലെ നിരത്തുകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 മിനിറ്റിനുള്ളിൽ ഒരു മിനിമം ഒരു 10-20 ഡോക്ടേഴ്സിന്റെ കാറ് പാസ് ചെയ്യുന്നതാണ്. അത് MBBS ആണോ BDS ആണോ ബാക്കി ഉള്ളതെന്ന് അറിയത്തില്ല, എന്നാലും പാസ് ചെയ്യുന്ന കാണാൻ പറ്റും. സോ അത്രയ്ക്ക് സാച്ചുറേഷൻ നമുക്കിവിടെ ഉണ്ട്. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, ഇതിനെ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് BTech കണക്കുള്ള ഒരു ഡിഗ്രി ആയിട്ട് MBBS മാറും.
കാരണം ഇപ്പം ബിടെക് നമുക്കറിയാം, എഞ്ചിനീയറിംഗ് മേഖല, IT മേഖലയൊക്കെ എന്താ പറയുക, AI ഒക്കെ വന്ന മൂലം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. ഇപ്പം AI വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കോഡ് ചെയ്യാനോ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് ജോലി പോകും. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാവരുടെയും ജോലിയും ഒരു പരിധി വരെ പോകും. പ്രത്യേകിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവർക്കത് ഇപ്പോൾ ഒരാളിരുന്ന് കോഡ് ചെയ്യുന്നത് 10 സെക്കൻഡ് കൊണ്ട് എറർ ഫ്രീ ആയിട്ട് നമുക്ക് AI ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് കോഡിങ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു വലിയൊരു ഇന്നത്തെ IT ഒരു വലിയൊരു ആളുടെ പേര് ഞാൻ പറയുന്നില്ല, വലിയൊരു ആൾ പറഞ്ഞതാണ്, നാളെ ഒരു 5 വർഷത്തിനുള്ളിൽ ഇപ്പോൾ ഉള്ള IT സോഫ്റ്റ്വെയർ ഒക്കെ ഒരു HR ആയിട്ട് മാറും. ഏതൊക്കെ AI സോഫ്റ്റ്വെയർ അവർക്ക് വേണം ആ രീതിയിൽ എടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ മാത്രമായി മാറുമെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും അല്ല. ശരിക്കും ഇപ്പം A to Z വർക്ക് ചെയ്യുന്നത് IT മേഖലയാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഒരു ബില്ലിംഗ് സിസ്റ്റം, ആ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന IT ആണ്. അപ്പോൾ അതിൽ ഇത്രത്തോളം IT ആൾക്കാരുടെ ആവശ്യം വേണമെന്നുള്ള കാര്യം നമുക്കറിയാം. അത് മാത്രമല്ല, ഷിപ്പിങ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ റെയിൽവേ തൊട്ട് എല്ലാ കാര്യം പറഞ്ഞാൽ വലിയ വലിയ മേഖലകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതെല്ലാം ടോട്ടലി AI ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം മാറാൻ പറ്റത്തില്ല. കാലക്രമേണ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും AI വരുന്നതോടുകൂടി. സോ അതിനൊക്കെ ഒരു ഇഷ്യൂ ആണ് ഡോക്ടേഴ്സിന് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം സാച്ചുറേറ്റഡ് ആയി അപ്പോഴത്തേക്ക് AI വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുന്ന സമയത്ത് സാച്ചുറേഷൻ ഇഷ്യൂ ഉണ്ട്. പക്ഷേ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം വേൾഡിൽ തന്നെ ഈ മെഡിസിനൽ ടൂറിസം എന്ന സംഭവമാണ്. ഞാൻ പല വീഡിയോസും ഞാൻ പറഞ്ഞ കാര്യമാണ്. മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് നമ്മളെ GDPയെ ഷേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിനുള്ള ഇനിഷ്യേറ്റീവ്, ബേസിക് ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കണം. അതും ഗവൺമെൻറ് സെക്ടർ ഒരുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, പ്രൈവറ്റുകാർക്ക് കൊടുക്കുന്നതിനേക്കാളും. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ഫ്ലൈറ്റ്, വിസ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് ട്രാൻസ്പ്ലാന്റ് സർജറീസ്, പലതരത്തിലുള്ള സർജറീസ്, ട്രീറ്റ്മെൻറ്റ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉള്ള പല കോംപ്ലിക്കേറ്റഡ് ആയ സർജറീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ക്വാളിഫൈഡ് ഡോക്ടേഴ്സിന് സൂപ്പറായിട്ട് വെക്കും. അതും ഇപ്പം അമേരിക്കയിലൊക്കെ ഈ ഇടയ്ക്ക് കണ്ടൊരു വീഡിയോ പറഞ്ഞതാണ്, പക്ഷേ 40 ലക്ഷം രൂപയൊക്കെയാണ് ഒരു പ്രസവത്തിനാവുന്നത്. സെയിം സമയം നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ലത് ഇപ്പം ആസ്റ്ററോ അമൃതയോ അല്ലെങ്കിൽ കിംസോ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം 1.5-2 ലക്ഷം രൂപ ആകത്തുള്ളൂ. ഏറ്റവും നല്ല പ്രീമിയം പറയാണ് 2 ലക്ഷം രൂപയൊക്കെ ആകത്തുള്ളൂ. ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് പോകാൻ പറ്റും. സോ ഇതൊക്കെ വലിയൊരു ടൂറിസത്തിന്റെ പാർട്ടാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നം വരുന്നത് വെച്ചാൽ ഒരു BTech കണക്ക്, ഞാൻ ഈ പറഞ്ഞ BTech കണക്ക് MBBSഉം സാച്ചുറേറ്റഡ് ആവും. MBBSകാർക്ക് മാത്രമല്ല, ആൾറെഡി MBBSന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന ഇപ്പം നമ്മൾ പ്രൈവറ്റ് ആശുപത്രി പോകുന്ന സമയത്ത് എനിക്ക് ബാംഗ്ലൂർ ഉണ്ടായ അനുഭവമാണ്. അവിടെ BDSകാരും BAMSകാരും അവിടെ ഈ MBBSകാരുടെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് 15,000 രൂപയും 20,000 രൂപയും കൊടുത്താൽ മതി. സെയിം സമയം അവർക്ക് വാർഡിലെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ്. കാഷ്വാലിറ്റി അല്ല, ഈ വാർഡ് അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ്, മെഡിക്കൽ ഓഫീസർ. ഈ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. എൻ്റെ ബ്രദറിൻ്റെ ഒരു ഇൻഷുറൻസ് ആയിട്ട് ഇവിടെ സംസാരിച്ച സമയത്ത് അവിടെ MBBS ഡോക്ടർ അല്ല വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ബാക്കി വേറെ ആൾക്കാരാണ്. അത് BHMS എങ്ങാണ്ടാണ്. സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഞാൻ ഈ പറഞ്ഞ സർജറി പോലും അറിയത്തില്ല. അവസാനം സ്പെല്ലിംഗ് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് അവരത് പോയി സെർച്ച് ചെയ്ത് അവരിനി കണ്ടുപിടിച്ചിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് അവരത് ചെയ്യേണ്ടി വരും. സോ അതും വളരെ ചെറിയൊരു സർജറിയാണ്. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. സോ എല്ലാ ജോലികളും സത്യം പറഞ്ഞാൽ ഇപ്പം സാച്ചുറേറ്റഡ് ആയി. അതിപ്പോൾ മറ്റുള്ള ആൾക്കാർ ഇവിടുന്ന് കയറി എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ. ഈവൻ ഈ നോൺ ക്ലിനിക്കൽ, മെഡിക്കലിലെ നോൺ ക്ലിനിക്കൽ PG എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എയിംസ് ഉൾപ്പെടെ അവിടെ ഇപ്പം PhD ഹോൾഡ് ചെയ്യുന്നു. ഇപ്പം ബയോകെമിലോ മൈക്രോയോ, ഈവൻ ഞാൻ ഹേർഡ് ചെയ്തത് പാത്തോയിൽ വരെ ഈ PhD ഉള്ള ആൾക്കാരെ ട്യൂട്ടോറിയലായിട്ട് എടുക്കുന്നതാണ്. അനാട്ടമി, ഫിസിയോ, ബയോകം, ഈവൻ ഫാർമക്കോളജി, പാത്തോയൊക്കെ നോൺ മെഡിക്കോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രശ്നമാണ് അതെല്ലാവരും നിൽക്കുന്നതാണ്. ഇത്രയും സീറ്റുണ്ട്, ഇത്രയും PG സീറ്റും ഉള്ള സമയത്ത് ഇനി അതൊക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. അത് പ്രോപ്പറായിട്ട് PG ഡോക്ടേഴ്സിന് കൊടുക്കുന്നതാണ് നല്ലത്. ഡോക്ടേഴ്സിന് നല്ലത്, അവിടുത്തെ ബാക്കിയുള്ളവർക്ക് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നോൺ ക്ലിനിക്കുള്ള ആൾക്കാർ ജോലിയില്ലാതെ നടക്കേണ്ടി വരും. അതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. ഒരു സാച്ചുറേറ്റഡ് ആണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സാച്ചുറേറ്റഡ് ആണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ പാല് കൊടുക്കാൻ രാവിലെ ആൾക്കാർ വരും. 5-6 മണിക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പശു. ഇപ്പോൾ നമ്മൾ രാവിലെ പാൽ കൊടുക്കുക ഒരു 10-15 പേരെങ്കിലും മിനിമം കാണും പല വീട്ടുകളിൽ നിന്നായിട്ട്. ഇപ്പം ഒരൊറ്റ മനുഷ്യയില്ല. ആ വീടുകളിലെല്ലാവരും, ഇപ്പം ഞാൻ ഉൾപ്പെടെ പറയാം, നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ കറവയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ചുറ്റുമുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിർത്തി. ഒന്നെങ്കിൽ അവരുടെ മക്കളൊക്കെ ദുബായ് അല്ലെങ്കിൽ UK അല്ലെങ്കിൽ മറ്റ് ജോലികളിൽ അല്ലെങ്കിൽ
സ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും സർവീസിലോട്ട് കയറിയിട്ട് പിന്നെ അവരൊക്കെ നിർത്തുകയാണ്. ഇപ്പം പ്രശ്നം വരിക എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ, ഇപ്പം നമുക്കറിയാം കുരുമുളകിൻ്റെ വില, എണ്ണയുടെ വില, പാലിൻ്റെ വില, അരി, സോ ഇതിൻ്റെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കും. ഈ ഒരു ഭാഗത്ത് ആൾക്കാരുടെ ക്ഷാമവും നേരിട്ടുകൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എല്ലാം കൂടെ ഈക്വലായിട്ട് പോയില്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങളുണ്ടാവും. അതിനാണ് സത്യം പറഞ്ഞാൽ ഈ റോബോട്ടൊക്കെ വരുമ്പോൾ എനിക്കൊന്നൊരു പരിധി വരെ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.